കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അധികാരം നിലനിർത്താൻ ഇടതുപക്ഷവും പിടിച്ചെടുക്കാൻ UDFും സീറ്റ് നില വർദ്ധിപ്പിക്കാൻ NDAയും കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുന്നു. മൂന്നുപേരും വല്ലാത്തൊരു വാശിയിലാണ്. സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ മൂന്ന് പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിട്ടുണ്ട്. പൊളിറ്റിക്സ് കേരള സ്റ്റോറി പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന ചോദ്യത്തിന് വരും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയുടെ ഉത്തരം. മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ അതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, K-സ്മാർട്ട് എന്ന പദ്ധതി. ജനനമരണ രജിസ്ട്രേഷൻ, വിവാഹ സർട്ടിഫിക്കറ്റ് എല്ലാം വിരൽത്തുമ്പിൽ ലഭിക്കും. ഒരു മൊബൈലിലൂടെ ലഭിക്കും, K-സ്മാർട്ടിലൂടെ. അതാണ് K-സ്മാർട്ടിന്റെ പ്രത്യേകത. എന്തും ഏതും വിരൽത്തുമ്പിലൂടെ ലഭിക്കുന്നു. ജനന മരണ സർട്ടിഫിക്കറ്റിന് ഇനി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട കാര്യം ജനങ്ങൾക്ക് ഇല്ല. മൊബൈൽ ഉപയോഗിച്ച് തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ അത് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് E-ഹെൽത്ത് പോർട്ടലാണ്. ഗവൺമെന്റ് ആശുപത്രികൾ 10 വർഷം മുമ്പ് ശോചനീയമായ അവസ്ഥയിലായിരുന്നു. വളരെ ശോചനീയമായ അവസ്ഥ. 10 വർഷത്തിന് ശേഷം ഗവൺമെന്റ് ആശുപത്രികൾ പ്രൈവറ്റ് ആശുപത്രികളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു. ഹൈടെക് ആശുപത്രികളായി മാറിക്കഴിഞ്ഞു. E-ഹെൽത്ത് പോർട്ടൽ വഴി ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും സാധിക്കും. ഇപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ കാര്യമാണ് E-ഹെൽത്ത് പോർട്ടൽ. നിരവധി ജനങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നു. പ്രൈവറ്റ് ആശുപത്രികളുടെ ചൂഷണങ്ങൾക്ക് ഇനി സാധാരണക്കാർ വിധേയരാകേണ്ട കാര്യമില്ല. പാവങ്ങൾക്ക് വേണ്ടിയുള്ള പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ഒരു സംരംഭം വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് മാത്രമല്ല, ഗവൺമെന്റ് ആശുപത്രികളുടെ ടോയ്ലറ്റുകളും മറ്റും വളരെ ഹൈടെക് ആക്കി മാറ്റിയിരിക്കുന്നു പിണറായി സർക്കാർ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നുണ്ട്. മറ്റൊന്ന് റോഡുകളാണ്. ദുബായ് സിറ്റിയെ അനുസ്മരിപ്പിക്കുന്ന റോഡുകൾ. ആ റോഡുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഐശ്വര്യമാണ്. ആ റോഡുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം റോഡുകളുടെ വികസനം വളരെ ശ്രദ്ധ പുലർത്തുന്ന കാര്യമാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള മൂന്നാമത്തെ കാരണം ഇതാണ്. ഇനിയുമുണ്ട് കാരണങ്ങൾ ഏറെ. 10 വർഷമായി കേരളത്തിൽ പവർ കട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പ് പവർ കട്ട് കേരളത്തിന്റെ അനിവാര്യതയായിരുന്നു. പവർ കട്ട് കേരളത്തിൽ സാധാരണമായിരുന്നു. എന്നാൽ 10 വർഷമായി കേരളത്തിൽ പവർ കട്ടില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. ക്ഷേമ പെൻഷൻ കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നു എന്നത് മറ്റൊരു കാരണം. ഇങ്ങനെ പലവിധ കാരണങ്ങൾ, പലവിധ വികസനങ്ങൾ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. K-സ്മാർട്ട് പദ്ധതിയെ പറ്റിയും E-ഹെൽത്ത് പോർട്ടലിനെ പറ്റിയും റോഡുകളുടെ വികസനത്തെ പറ്റിയും പൊളിറ്റിക്സ് കേരള ചെയ്ത സ്കിറ്റുകൾ ഈ സ്റ്റോറിക്കൊപ്പം ഞങ്ങൾ ചേർക്കുന്നുണ്ട്. ഈ സ്റ്റോറിയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ സ്ക്രിപ്റ്റുകൾ ലഭ്യമാകും. ആ സ്കിറ്റുകൾ ലഭ്യമാകും. അത് പ്രേക്ഷകർക്ക് കാണാം, അഭിപ്രായം പറയാം. ചുരുക്കത്തിൽ പിണറായി സർക്കാർ 3.0, അതായത് വീണ്ടും അധികാരത്തിൽ, അത് ഉറപ്പാണ്.